ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിലെ ഞാൻ ഒരു ദിവസം ക്ലാസ് എടുത്തു. ആദ്യത്തെ ലെസൺ, അതായത് സങ്കച്ഛത്വം സംവദത്വം, ഇതിനെ ആദ്യത്തെ കുറച്ച് ഭാഗം എടുത്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. പേജ് നമ്പർ 7 അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖത. പൂർണ്ണവാക്യത്തിൽ എഴുതുക, ഫുൾ സെൻറ്റൻസിൽ ആൻസേഴ്സ് എഴുതണം. ക്വസ്റ്റ്യൻ: സർവേഷാം മനഃ കീദൃശം ഭവേത്. സർവേഷാം മനഃ കീദൃശം ഭവേത്. എങ്ങനെയാണ് എല്ലാവരുടെയും മനസ്സ് ഉള്ളത്? സർവേഷാം മനഃ സമാനം ഭവേത്. സമാനമായിരിക്കണം. എല്ലാവരുടെയും മനസ്സ് എങ്ങനെ ഇരിക്കണം? സമാനമായിരിക്കണം. സമാനം ഭവേത്. രണ്ടാമത്തത് സങ്കച്ഛത്വം സംവദത്വം ഇത്യസ്യ കഹ അഭിപ്രായ. ഇതിൻ്റെ അഭിപ്രായം എന്താണ്? സങ്കച്ഛത്വം സംവദത്വം എന്നതിൻ്റെ അഭിപ്രായം എന്താണ്? അസ്യ അഭിപ്രായ അസ്തി യതെന്ന് വെച്ചാൽ മിളിത്വാ അഗ്രേ ഗച്ഛത. മിളിത്വാ അഗ്രേ ഗച്ഛത. മിളിത്വ എന്ന് വെച്ചാൽ ഒന്നിച്ച് ചേർന്ന്. അഗ്രേ ഗച്ഛത മുമ്പിൽ പോവുക, ഒന്നിച്ച് മുന്നോട്ട് പോകുക. പിന്നെയോ ഏകസ്വരേണ വദത. ഏകസ്വരേണ വദത, ഒരേ സ്വരത്തിൽ പറയുക കാര്യങ്ങളെല്ലാം. അപ്പോൾ ഒരേ അഭിപ്രായമാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആയിരിക്കണം എന്നാണ്. ഇതാണ് അടുത്ത. സർവേ കിം പരിത്യജ്യ ഐക്യഭാവേന ജീവേയുഹു. സർവേ എല്ലാവരും കിം പരിത്യജ്യ, എന്ത് പരിത്യജിച്ചിട്ട്, ഐക്യഭാവേന ഐക്യരൂപത്തിൽ ഐക്യഭാവത്തിൽ ജീവേയു ജീവിക്കേണ്ടുന്നത്. എങ്ങനെയാണ്? സർവേ വൈമനസ്യം. വൈമനസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലേശം, വിഷമം, ദുഃഖം എന്നൊക്കെ പറയും. സർവേ വൈമനസ്യം പരിത്യജ്യ ബാക്കി ഐക്യഭാവേന ജീവേയുഹു എന്നാണ്. അടുത്തത് അസ്മിൻ പാഠേ കാ പ്രേരണ അസ്തി. ഇത് വായിച്ച്, ഈ പാഠം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് പ്രേരണയാണ് തോന്നുന്നത്? എന്ത് തോന്നും നമുക്ക്? എന്താ? അസ്മിൻ പാഠേ ഏകതായാഹ പ്രേരണ. ഏകത എന്നുള്ളതാണ് അവിടുത്തെ പ്രേരണ വരുന്നത്. എല്ലാവരും ഒന്നിച്ച് ആയിരിക്കണം, അല്ലാതെ പല പല രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ നടക്കുകയോ ഒന്നും ചെയ്യരുത്. എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കണം, തുല്യത എല്ലാവരും. അതാണ് അസ്മിൻ പാഠേ ഏകതായാഹ പ്രേരണ അസ്തി. അടുത്ത ക്വസ്റ്റ്യൻ: രേഖാങ്കിത പദാനി ആധൃത്യ പ്രശ്ന നിർമ്മാണം കുരുക. പ്രശ്ന നിർമ്മാണം എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ, മേക്ക് ക്വസ്റ്റ്യൻ. എങ്ങനെ? രേഖാങ്കിത പദാനി ആധൃത്യ. ആ രേഖാങ്കിതം അണ്ടർലൈൻ ചെയ്ത വാക്ക് വെച്ചിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പരമേശ്വരഃ സർവത്ര വ്യാപ്തഃ അസ്തി. പരമേശ്വരഃ സർവത്ര വ്യാപ്തഃ അസ്തി. പരമേശ്വരൻ, ശിവൻ എല്ലായിടവും വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് പരമേശ്വരനെയാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പരമേശ്വര വരത്തക്ക രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അപ്പോൾ അത് ആൻസർ പരമേശ്വരനായിരിക്കണം. പക്ഷേ ഇവിടെ പിന്നെ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിം ശബ്ദമാണ് ഓർക്കേണ്ടത്, അല്ലേ? കിം ശബ്ദത്തിന് പുല്ലിംഗ ശബ്ദം, സ്ത്രീലിംഗമുണ്ട്, നപുംസകലിംഗമുണ്ട്. പുല്ലിംഗത്തിൽ വരുമ്പോൾ കഹ കൗ കെ പ്രഥമ വിഭക്തി. സ്ത്രീലിംഗം വരുമ്പോൾ കാ കെ കാഹ. നപുംസകലിംഗം വരുമ്പോൾ കിം കെ കാനി. ഇങ്ങനെയാണ് പ്രഥമ വിഭക്തി വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, പരമേശ്വരൻ എല്ലായിടത്തും വ്യാപ്തനാണ് ആകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരെന്നുള്ളതിന് പരമേശ്വര എന്നുള്ളത് പുല്ലിംഗമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കഹ. ഇങ്ങനെയാണ് എഴുതാൻ. കഹ സർവത്ര വ്യാപ്തഃ അസ്തി. എന്നിട്ട് അസ്തി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഇങ്ങനെയാണ്, മനസ്സിലായി? അടുത്തത്, അത് ഞാൻ ഇവിടെ പിന്നെ വായിക്കുന്നതേ ഉള്ളൂ, എല്ലാം കൂടി എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അടുത്തത് വയം ഈശ്വരം നമാമഹ. വയം നമ്മൾ. ഈശ്വരം ദ്വിതീയ വിഭക്തിയാണ്. ഈശ്വരനെ നമാമഹ നമിക്കുന്നു, തൊഴുന്നു എന്നുള്ളത്. അപ്പം വയം ഈശ്വര എവിടെയാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്? ഈശ്വരനെ. അപ്പം നോക്കുക, ഈശ്വരനെ എന്നാണ്. ഈശ്വരനെ ആകുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യണം? ഈശ്വരഹ എന്നുള്ളത് പുല്ലിംഗമാണ്. ഈശ്വരനെ ദ്വിതീയ വരണം. ഇതും ദ്വിതീയല്ലേ? ദ്വിതീയ ആയിക്കോട്ടെ. അപ്പം കിം ശബ്ദത്തിന് ദ്വിതീയ കഹ കൗ കെ കം. അപ്പോൾ വയം കം നമാമഹ. അങ്ങനെയാണ് വരുന്നത്. കം നമാമഹ.
പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി മൂന്നാമത്തത് വയം ഐക്യഭാവേന ജീവാമഹ. നമ്മൾ ഐക്യഭാവത്തോടെ ജീവിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഐക്യഭാവേന, ഐക്യഭാവത്താൽ എങ്ങനെ ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കിം ശബ്ദമല്ല അവിടെ, കഥം, എങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യണം? ബാക്കി അതനുസരിച്ച് വയം കഥം ജീവാമഹ. കഥം വയം കഥം ജീവാമഹ. ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. അടുത്ത നാലാമത്തത് ഈശ്വരസ്യ പ്രാർത്ഥനയാ ശാന്തി പ്രാപ്യത. ഈശ്വരസ്യ എന്ന് പറഞ്ഞാൽ ഷഷ്ടി ഏകവചനമാണ് അല്ലേ. ഈശ്വരസ്യ പ്രാർത്ഥന, ഈശ്വരൻ്റെ പ്രാർത്ഥനയാൽ ശാന്തി പ്രാപ്യത, ശാന്തി ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഈശ്വരസ്യാണ്. ഈശ്വരസ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഷഷ്ടി ഏകവചനം. അപ്പോൾ കിം ശബ്ദത്തിൻ്റെ ഷഷ്ടി എങ്ങനെ വരും? കസ്യ. കസ്യ കയോഹോ കേശ എന്നല്ലേ. അപ്പോൾ കസ്യ, നാലാമത്തത് കസ്യയാണ്. കസ്യ. ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതണം. അടുത്തത് അഞ്ചാമത്തത് അഹം സമാജായ ശ്രമം കരോമി. അഹം സമാജായ, സമാജത്തിനായിക്കൊണ്ട്, ചതുർത്ഥിയാണ് അവിടെ. സമാജായ എന്നുള്ളത് ചതുർത്ഥിയാണ്. സമാജത്തിനായിക്കൊണ്ട് ശ്രമം ചെയ്യുന്നു. അപ്പോൾ അവിടെയും കിം ശബ്ദത്തിൻ്റെ എന്ത് എഴുതണം? ചതുർത്ഥി ഏകവചനം. എന്താ കിം ശബ്ദത്തിന് ചതുർത്ഥി? കസ്മൈ. 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 അടുത്ത ആറാമത്തത് അഹം അയം പാഠഃ ഋഗ്വേദാത് സങ്കലിതഃ. അയം പാഠ, ഈ പാഠം, ഋഗ്വേദത്തിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥമാണ്. അവിടെ പഞ്ചമിയാണ് വരുന്നത്. ഋഗ്വേദാത് ഫ്രം ആണ്. പഞ്ചമിയുടെ അർത്ഥം അങ്ങനെയല്ലേ വരുന്നത്? ഫ്രം, ഋഗ്വേദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഋഗ്വേദാത് എന്നുള്ളതാണ്, ഋഗ്വേദത്തിൽ ആയിട്ട് ഉള്ളതാണ്. ഋഗ്വേദം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അവിടെ പഞ്ചമി, കിം ശബ്ദത്തിന് പഞ്ചമി വരും. കസ്മാത്. 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 അടുത്തത് വേദസ്യ അപരം നാമ ശ്രുതി. വേദസ്യ, വേദത്തിൻ്റെ അപരം നാമ, മറ്റു പേരാണ് ശ്രുതി. അപ്പോൾ ഇവിടെ വേദസ്യാണ്. അത് ഇതുപോലല്ലേ പിന്നെ ഷഷ്ടിയല്ലേ. അപ്പം വേദസ്യ പറയുമ്പോൾ കസ്യ. അവിടെ കസ്യ. കസ്യ. അപ്പോൾ ഇവിടെ പിന്നെ നിങ്ങൾ ഫുൾ സെൻറ്റൻസിൽ വേണം എഴുതാൻ. ഞാനിവിടെ ചെറുതായിട്ട് എഴുതിയിട്ടേ ഉള്ളൂ. അത്രയും സമയം കളയണ്ടെന്ന് വിചാരിച്ചാൽ ഞാനങ്ങ് എഴുതാം. അപ്പം ആൻസർ പറയുമ്പോൾ കസ്യ അപരം നാമ ശ്രുതി. ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്തത് മന്ത്രാഹ വേദേഷു ഭവന്തി. മന്ത്രാഹ, മന്ത്രങ്ങൾ, വേദേഷു, വേദങ്ങളിൽ. അവിടെ സപ്തമി ബഹുവചനമാണ്. സപ്തമിയുടെ അർത്ഥം എന്താണ്? ഇൽ എന്നുള്ളതാണ്, അതിൽ എന്നുള്ളത്. അപ്പോൾ ഇവിടെ വേദേഷു, വേദയോഹോ വേദേഷു എന്നാണ്. വേദേഷു ബഹുവചനമാണ്, പ്ലൂറൽ. വേദേഷു, വേദങ്ങളിൽ ആകുന്നു. ഏതാണ്? മന്ത്രാഹ. അപ്പോൾ വേദേഷുവിലാണ്. വേദേഷു ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. വേദേഷു സപ്തമി ബഹുവചനം. സപ്തമി ബഹുവചനം കിം ശബ്ദത്തിൽ എങ്ങനെ വരും? കസ്മിൻ കയോഹോ കേശു ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? കേശു. അതും എഴുതാം, വേറൊന്നും എഴുതാൻ വേണമെങ്കിൽ. അതായത് മന്ത്രാഹ കേശു ഭവന്തി, അല്ലെങ്കിൽ എവിടെ ഉണ്ടെന്ന് പറയും. എവിടെ എന്നുള്ളതിന് എന്താ അർത്ഥം? കുത്ര. അപ്പം മന്ത്രാഹ കുത്ര ഭവന്തി, രണ്ടും ശരിയാണ്. ഒന്നുകിൽ കേശു, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കുത്ര. ഇതിലേത് വേണമെങ്കിൽ എഴുതിയാലും ശരിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ആദ്യം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നൊക്കെ നോക്കണം. നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഇനി അടുത്ത പറയുന്നതാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ
പേജ് നമ്പർ 8-ലാണ്. 8-ലെ ലാസ്റ്റ് നോക്കിക്കോളൂ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഉദാഹരണ അനുസാരേണ ലങ് ലകാരസ്യ വാക്യാനി ലോട്ട് ലകാരേണ പരിവർത്തയത. ലങ് ലകാരസ്യ വാക്യാനി, ലങ് ലകാരത്തിലുള്ള വാക്യങ്ങളെ ലോട്ട് ലകാരത്തിലേക്ക് പരിവർത്തയത, മാറ്റുക എന്നാണ്. അപ്പം നമുക്ക് മാറ്റേണ്ടുന്നത് ഏതാണ്? ക്രിയ, വെർബ് മാത്രമാണ് മാറ്റേണ്ടുന്നത് അല്ലേ? അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തേത് ബാലികാഹ നൃത്യന്തി അവിടെ തന്നിട്ടുണ്ട്. നൃത്യന്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാ? ലട്ടാണ് അല്ലേ? നൃത്യന്തി, നൃത്യതി, നൃത്യത, നൃത്യന്തി. അപ്പോൾ ആ ലോട്ടിൽ വരുമ്പോഴോ നൃത്യതു, നൃത്യതു, നൃത്യത, നൃത്യന്തു ആണ്. അപ്പോൾ ഇവിടെ ബാലികാഹ നൃത്യന്തുവായി. അടുത്തത് ബാലകാഹ ഹസന്തി. അവിടെ അങ്ങനെയല്ലേ? ഹസതു, ഹസതാം, ഹസന്തു. അപ്പോൾ ഇവിടെ ബാലകാഹ ഹസന്തു. നമ്മൾ ലോട്ട് ആദ്യം തുടങ്ങിയപ്പോൾ പഠിച്ചു. യുവാം തത്ര ഗച്ഛതഃ. ഇവിടെ യുവാമാണ്, മധ്യമപുരുഷൻ ദ്വിവചനമാണ്. അപ്പോൾ ഇവിടെ ഗച്ഛതഃ എങ്ങനെ ലോട്ടാവും? പിന്നെ ഗച്ഛതം, ഗച്ഛതയാണ്. അപ്പം യുവാവും ഗച്ഛതം, യുവാം ഗച്ഛതം, യുവാം തത്ര ഗച്ഛതം. അടുത്ത യൂയം ധാവത. ഇത് ധാവത. അപ്പം യൂയം എന്നുള്ളത് മധ്യപുരുഷ ബഹുവചനമാണ്. അപ്പം ഗച്ഛത വന്ന എങ്ങനെയാണ്? ഗച്ഛതം, ഗച്ഛത. അതുപോലെ ഇവിടെ ധാവതം, ധാവത. യൂയം ധാവത. ധാവതായല്ല, ധാവത. അടുത്ത ആവാം ലിഖാവഹ. അതും പിന്നെ ഉത്തമ പുരുഷനാണ്. ഉത്തമ പുരുഷനിൽ ദ്വിവചനം. എങ്ങനെ? അഹം, ആവാം, വയം വന്നില്ല. അപ്പം ആവാം ദ്വിവചനമാണ്. അപ്പം ഇവിടെ ലിഖാവഹ ആണ് വന്നിരിക്കുന്നത്. അപ്പം അതിനാ പിന്നെ ലോട്ട് വരുമ്പോഴാണോ ലിഖാനി, ലിഖാവ, ലിഖാമ. ഇവിടെ വിസർഗമില്ല. ആവാം ലിഖാവ. അടുത്ത വയം പഠാമഹ. അതുപോലെ ഉത്തമപുരുഷ ബഹുവചനം വയം. അപ്പം പഠാമഹയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എങ്ങനെ വരും? പഠാനി, ഉത്തമപുരുഷം പഠാനി, പഠാവ, പഠാമ. വയം പഠാമ. ഈ രീതിയിലാണ് ലോട്ട് മാറ്റുന്നത്. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോഴത്തേക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ ലോട്ട് എന്നുള്ളതിൻ്റെ അതിൻ്റെ അത് പഠിക്കുക. ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു ഗച്ഛതു, ഗച്ഛതാം, ഗച്ഛന്തു, ഗച്ഛതം, ഗച്ഛത, ഗച്ഛാനി, ഗച്ഛാമ, ഗച്ഛാമ. ഇതാണ് ലോട്ടിൽ വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ ലെസണിൽ ആ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട്. ബാക്കി കുറച്ച് ചോയ്സ്, പിന്നെ മാച്ച് ദ ഫോളോയിങ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊന്ന് ടെസ്റ്റിന് ബന്ധമുള്ളതല്ലേ. അപ്പോൾ ആദ്യത്തെ ലെസൺ ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത ദിവസം സെക്കൻഡ് ലെസൺ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.